ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലെ ഗെയിം ചേഞ്ചർ ആവും എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തത്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി അവകാശപ്പെട്ടത്. അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നും കേജ്രിവാൾ വാർത്താസമ്മേളനം നടത്തുകയുണ്ടായി. അദ്ദേഹം തൻ്റെ പതിവ് വിഷയങ്ങളിൽ നിന്ന്, അഴിമതി പോലുള്ള, ഇപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞതുപോലുള്ള തൻ്റെ പതിവ് വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് BJPയുടെ വർഗീയതയ്ക്കെതിരെ കൂടി ഇന്ന് വിരൽ ചൂണ്ടുന്ന ഒരു കാഴ്ച കൂടി ഇന്ത്യ കാണുകയുണ്ടായി. NDA വീണ്ടും വിജയിക്കുകയാണെങ്കിൽ, നരേന്ദ്രമോദി അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സംവരണം റദ്ദാക്കപ്പെടും എന്നൊരാശയം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു. കേജ്രിവാൾ മുന്നോട്ട് പോവുകയാണ്. ഷമി സാറേ, ഇന്ന് അഖിലേഷ് യാദവും കേജ്രിവാളുമായിട്ട് ചേർന്നാണ് പത്രസമ്മേളനം. അപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഈ നടക്കുന്ന ചില കാര്യങ്ങൾ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ദില്ലിയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണെന്ന് സ്വാതി മെൽവാൾ, അവർ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്നു. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് BJPയുടെ പിറകെ നടക്കുന്ന വാലാട്ടി മാധ്യമങ്ങളും കൂടെ ഏത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവിനെ കണ്ടാലും ഓടി ചെന്ന് മൈക്ക് വെച്ചിട്ട് ചോദിക്കുകയാണ്, സ്വാതി മെൽവാളിനെ തല്ലിയ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം? NBC ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം സ്വാതി മെൽവാൾ എന്ന് പറയുന്ന സ്ത്രീയെ മനസ്സിലാക്കണം. ഉന്നത വിദ്യാഭ്യാസം നേടിയ, വിദേശത്തടക്കം പഠിച്ച് ബിരുദം നേടി വന്ന് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വളരെ എലൈറ്റായ ഒരു സ്ത്രീയാണ് അവരെ കേജ്രിവാളിൻ്റെ PA തല്ലി എന്നുള്ളതാണ്. ഈ സ്വാതി മെൽവാളിന് ഇല്ലാത്ത പരാതിയാണ് BJPയുടെ നേതാക്കന്മാർ 2-3 ദിവസമായിട്ട് ഈ മാധ്യമങ്ങളെ കൊണ്ട് ഉന്നയിപ്പിക്കുന്നത്. അമിത്ഷാ വരെ അതേക്കുറിച്ച് പ്രതികരിക്കുകയാണ്. അപ്പോൾ അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ഇവരുടെ ആ ഒരു കലിയും ദേഷ്യവും എത്രമാത്രമാണ് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പരാതി വരുന്നില്ല. ഈ പറയുന്ന ഈ സ്ത്രീ യുവതി ഒരു പരാതി കൊടുത്തിട്ടില്ല, അവർ പൊതുവായൊരു ബൈറ്റ് നൽകിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇരുട്ടത്ത് പൂച്ചയെ തപ്പുന്ന പോലെ ഇവർ ക്രിയേറ്റ് ചെയ്യുക. ആരെങ്കിലും അടുത്ത് ചെന്ന് ചോദിച്ചിട്ട് ഒരു പ്രതികരണം കിട്ടണം. സ്വാതി മെൽവാളിനെ തല്ലിയിട്ടില്ല, അല്ലെങ്കിൽ സ്വാതി മെൽവാൾ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ബൈറ്റ് കിട്ടിയാൽ പിന്നെ അതിൽ പിടിച്ച് ബാക്കി കയറാം. അതിനുവേണ്ടി ഈ ഇന്ത്യ ടുഡേയും ടൈംസ് നൗവിനെയും പോലുള്ള മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന നാണം കെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ അടുത്തൊരു ഈ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കണ്ടേ, ഇതിന് പരാതി ഉണ്ടോ, ഇതിനൊരു ബൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ സ്ത്രീ എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പരാതി ഇല്ലാതെ BJPക്കാണ് പരാതി, BJPയുടെ നേതാക്കൾക്കാണ് പരാതി. അരവിന്ദ് കേജ്രിവാളിൻ്റെ അടുത്ത് ഇന്ന് രാവിലെ ചോദിക്കുമ്പോൾ അരവിന്ദ് കേജ്രിവാൾ എന്ത് പറയും ഇല്ലാത്തൊരു പരാതിയെക്കുറിച്ച്? അപ്പോൾ എത്രമാത്രം അധപ്പതിച്ചാണ് നമ്മുടെ രാഷ്ട്രീയം പോകുന്നത്. അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഇന്ന് UPയിലെ പ്രചരണങ്ങളെയും അതിൻ്റെ എല്ലാ നല്ല വശങ്ങളെയും BJPക്ക് എതിരായിട്ടുള്ള വശങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കഥ സെറ്റ് ചെയ്യുക, അതനുസരിച്ച് മാധ്യമങ്ങൾ മുഴുവൻ അതിൻ്റെ പിറകെ പോവുക.